പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. ആ പേടിക്ക് ഒരേ ഒരു ആയുധമാണ് ഇന്ത്യ ഉപയോഗിച്ചത്, അസൽ ബ്രഹ്മാസ്ത്രം ബ്രഹ്മോസ്. ബ്രഹ്മോസ് പതിച്ച പാകിസ്ഥാൻ്റെ നിലവിളി നമ്മൾ കേട്ടതാണ്. കാരണം ബ്രഹ്മോസ് പതിച്ച ഉടനെയാണ് അവിടുന്ന് കയ്യും കാലും പിടിക്കാൻ തുടങ്ങിയത്. ഞങ്ങൾക്ക് യുദ്ധം വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട, ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നെട്ടോട്ടമാണ് പാകിസ്ഥാൻ ഓടിയത്. അപ്പോൾ എന്തായിരിക്കും ഈ ബ്രഹ്മോസ്? യോഗി ആദിത്യനാഥ് പറഞ്ഞു, ബ്രഹ്മോസിനെ പറ്റി അറിയണമെങ്കിൽ അസലായിട്ട് അറിയാൻ പാകിസ്ഥാനോട് ചോദിച്ചാൽ മതി. പാകിസ്ഥാൻ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. കാരണം അടി വാങ്ങിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അടി കൊടുത്ത ആളുടെ ബലം എന്താണെന്നുള്ളത്. ബ്രഹ്മോസിൻ്റെ ബലം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പാകിസ്ഥാനോട് ചോദിച്ചാൽ പാകിസ്ഥാൻ അത് പറഞ്ഞു തരും എന്നുള്ളത് യോഗി ആദിത്യനാഥ് പറഞ്ഞത് അത് കൃത്യമായിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 17 രാജ്യങ്ങളാണ് ഈ ബ്രഹ്മോസ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പുറകെ നടക്കുന്നത്. ബ്രഹ്മോസ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള തരത്തിൽ 17 രാജ്യങ്ങളാണ് ഇന്ത്യയുടെ പുറകെ നടക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ ഇന്ത്യക്ക് അകത്തുള്ള വാർത്താ മാധ്യമങ്ങൾ എത്രത്തോളം ബ്രഹ്മോസ് എന്നുള്ള ഒരു ആയുധത്തെ പറ്റി, ഈ ഒരു മിസൈലിനെ പറ്റി വാർത്തകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഇതൊരു വലിയ ചർച്ചയായിരിക്കുകയാണ്. പാകിസ്ഥാൻ മാത്രമല്ല, ഇന്ത്യ എന്താണെന്നുള്ളത് ബോധ്യം ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു ബ്രഹ്മോസ് പതിച്ചതിന് ശേഷമാണ് പാകിസ്ഥാൻ ഭയന്ന് വിറച്ചത്. കാരണം അതുവരെ ഇന്ത്യ എങ്ങനെയെങ്കിലും നേരിടണം, ചൈനയുടെ കുറേ ആയുധങ്ങളുണ്ടല്ലോ എന്നൊക്കെയുള്ള ധൈര്യത്തിലും അമേരിക്കയെ എങ്ങനെയെങ്കിലും സോപ്പിടാം, അവരുടെ ഒരു പിന്തുണ കിട്ടും എന്നൊക്കെ പാകിസ്ഥാൻ വിചാരിച്ചിരുന്ന സമയത്താണ് അസൽ ബ്രഹ്മാസ്ത്രം അങ്ങോട്ട് ഇന്ത്യ തൊടുത്തുവിട്ടത്. അതോടെ പാകിസ്ഥാൻ്റെ മനോനില മാത്രമല്ല, നട്ടല് വരെ ഒടിഞ്ഞ ഒരവസ്ഥയാണ്. ചൈന കൊടുത്തതൊട്ടും പൊട്ടിയതുമില്ല. പൊട്ടാത്ത മിസൈലുകൾ ഇപ്പോൾ ഇന്ത്യ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഷെല്ലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പൊട്ടാത്ത പല കാര്യങ്ങളും ഇപ്പോൾ അതിർത്തിയിൽ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചൈനയുടെ എന്തോ വലിയ മിസൈലാണ്, ഞങ്ങളുടെ അതാണ്, ലോകത്തിൽ ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്തത് ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് തൊടുത്തുവിട്ട മിസൈൽ പൊട്ടാതെ ഇന്ത്യയിൽ കിടക്കുന്നത് കണ്ട് പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഇവരുടെ ആയുധം വാങ്ങിക്കുന്നതിൽ നിന്ന്, ആ ഒരു കരാറിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. ചൈനയ്ക്ക് ശരിക്കും പറഞ്ഞ ഒരു നാണക്കേടാവുകയാണ്. ചൈന ഉൽപ്പന്നങ്ങളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞ് പരത്തിയിട്ടുണ്ടെങ്കിലും, പക്ഷേ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ചൈനയുടെ അനുവാദമില്ലാതെയാണ് ചൈനയുടെ ആയുധം പ്രയോഗിച്ചത്. പക്ഷേ അത് നാണക്കേടിലേക്ക് ഇരു രാജ്യങ്ങളെയും നയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ചൈന അമേരിക്കയുടെ മുമ്പിൽ നാണം കെട്ട് കൂപ്പുകുത്തി എന്ന് തന്നെ പറയാം. ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ബ്രഹ്മോസ് മിസൈലിനെ പറ്റി. 17 രാജ്യങ്ങളാണ് ഇപ്പോൾ ബ്രഹ്മോസിന് വേണ്ടി. ഈ ഒരു മിസൈൽ എന്ന് പറഞ്ഞത് അതിന് അസാധാരണമായിട്ടുള്ള ഒരു പ്രഹരശേഷി മാത്രമല്ല, വളരെയധികം കൃത്യതയുണ്ട്. ഒന്ന് തൊടുത്തു വിട്ടാൽ അത് എവിടെ ചെന്ന് എത്തണം, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളൊരു കൃത്യമായിട്ട് അത് പതിക്കുകയും അതിൻ്റെ പ്രഹരശേഷി കൊണ്ട് തരിപ്പണമാകും അല്ലെങ്കിൽ തവിട് പൊടിയാവും എന്നൊക്കെ നമ്മളെ മലയാള ഭാഷയിൽ പറയുന്നത്, അത് കൃത്യമായിട്ട് തന്നെ തവിട് പൊടിയും. അതിൻ്റെ ഏറ്റവും വലിയ ശേഷിപ്പുകൾ ഇപ്പോഴും പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാനിൽ നമ്മൾ ഇത്തരത്തിൽ പാകിസ്ഥാനിൽ ഉപയോഗിച്ച തരത്തിൽ അവരുടെ എയർപോർട്ടുകൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും തവിട് പൊടിയാവുകയാണ് ചെയ്തത് ബ്രഹ്മോസ് മിസൈൽ കാരണം ആദ്യമൊക്കെ ഇന്ത്യ മിണ്ടിയില്ല. പരമാവധി ഇതിനെ ഇന്ത്യ അവരിൽ നിന്നുള്ള പ്രകോപനങ്ങളെല്ലാം ഇന്ത്യ തടഞ്ഞു. പക്ഷേ ഇന്ത്യ ഒരു ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചതോടെ അവരുടെ ചീട്ട് കീറി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്ത്യ ആദ്യമേ ഈ തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രം നമുക്കറിയാം. ആദ്യം നമ്മളൊരു ചതുരംഗം തന്നെ നമുക്കറിയാം, ഈ ചെസ്സ് കളിക്കുന്നവർക്കറിയാം. ആദ്യം നമ്മൾ പടയാളികളെ ഇറക്കും, പിന്നീട് കുതിര, കാലാൾ, ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ആദ്യം അത് തൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇന്ത്യയുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു അങ്കലാപ്പ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. മാത്രമല്ല, ഇന്ത്യയോട് ഇനി കൂടുതൽ കളിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു തോന്നൽ പാകിസ്ഥാന് മാത്രമല്ല മറ്റുള്ള പല രാജ്യങ്ങൾക്കും ഇപ്പോൾ വന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബ്രഹ്മോസിന് വേണ്ടിയിട്ട് ഈ രാജ്യങ്ങൾ ഇങ്ങോട്ട് ഓടി വരുന്നത് എന്നുള്ളതാണ്. ബ്രഹ്മോസ് വാങ്ങാൻ ഇന്ത്യയുമായി ഔദ്യോഗിക കരാറുള്ള ഏക രാജ്യം ഫിലിപ്പീൻസാണ്. ഇന്ത്യ അന്ന് $375 മില്യൺ കരാറിൻ്റെ ഭാഗമായിട്ടാണ് ഫിലിപ്പീൻസുമായിട്ട് ഇത്തരത്തിലുള്ള ബ്രഹ്മോസിൻ്റെ കരാറിൽ ഏർപ്പെട്ടത്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ എന്നാണ് അറിയുന്നത്. സൂപ്പർസോണിക്കാണത്.
എന്നാൽ ഇപ്പോൾ ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ, തായ്ലാൻഡ്, സിംഗപ്പൂർ, ബ്രൂണൈ, ബ്രസീൽ, ചിലി, അർജന്റീന, വെനസ്വേല, ഈജിപ്റ്റ്, ദക്ഷിണാഫ്രിക്ക, ബൾഗേറിയ ഇവയ്ക്ക് പുറമെ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. മാത്രമല്ല ഈ ഒരു മിസൈലിനെ പറ്റി ഒരുപാട് സവിശേഷതകൾ, ഒരുപാട് ചുമ്മാ ഒന്നും രാജ്യങ്ങൾ വരില്ല. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ മിസൈലിന്. ഇതൊരു വളരെ വേഗതയേറിയ മിസൈലാണ്. 2001 ജൂൺ 12 ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി നമ്മുടെ രാജ്യം പരീക്ഷണം നടത്തിയത്. ഈ പരീക്ഷണത്തിന് ശേഷം ഇതിനകത്ത് ഒരുപാട് അപ്ഡേറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് കുറച്ചുകൂടി കാര്യഗൗരവത്തോടെ ഇതിനകത്ത് സാങ്കേതിക വിദ്യയിലൊക്കെ മാറ്റങ്ങൾ വരുത്തി കുറച്ചുകൂടി അതിനെയൊന്ന് പുഷ്ടിപ്പെടുത്തിയെന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും റഷ്യൻ ഫെഡറേഷൻ അതായത് NPOയും കൂടെ ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് ഈ ബ്രഹ്മോസ്. റഷ്യയും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംയുക്ത സംരംഭമാണ് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത്. സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസിന് മാക് 3 വേഗത്തിൽ വരെ കുതിക്കാനാവും. 200 മുതൽ 300 കിലോഗ്രാം വരെ ഭാരം വഹിച്ചുകൊണ്ട് ഇത് ഈ മിസൈലിന് കുതിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 800 കിലോമീറ്റർ വരെയാണ് ഇതിന് സഞ്ചരിക്കാനുള്ള ശേഷിയുള്ളത്. അതായത് പല പാക് നഗരങ്ങളെയും ചുട്ടരിക്കാൻ ഈ ഒറ്റ ഒരെണ്ണം മതി. മാത്രമല്ല ഈ വേഗതയ്ക്കൊപ്പം ഇതിൻ്റെ കൃത്യതയാണ് ഇതിനെ ഏറ്റവും അധികം ശ്രേഷ്ഠമാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തറനിരപ്പിൽ നിന്നും വെറും ഒരു 10 മീറ്റർ ഉയരത്തിൽ നിന്നുകൊണ്ടാണ് ഇത് ലക്ഷ്യം കവർ ചെയ്യുന്നത്. ശത്രുവിൻ്റെ റഡാറുകളിലൊന്നും ഇത് പതിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. കാരണം മിസൈലുകൾ പതിഞ്ഞാൽ മാത്രമേ അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റൂ. പക്ഷേ ഈ മിസൈൽ ചെന്നാൽ പോലും അറിയത്തില്ല. അവിടെ ചെന്ന് പതിച്ച് തവിട് പൊടിയാവുമ്പോഴേ അവരറിയത്തുള്ളൂ ഇത്തരത്തിൽ വന്ന് പതിച്ചല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറ്റൊരു സവിശേഷത റഡാറുകളിൽ പതിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ലക്ഷ്യസ്ഥാനത്ത് അല്ലാതെ മറ്റേ ചൈനയുടെ മിസൈൽ മറ്റേ പാകിസ്ഥാൻ ഇട്ടിട്ട് അത് വന്ന് പതിച്ചിട്ട് ഇപ്പോൾ ആൾക്കാരെ എടുത്തോട്ട് തൂക്കിയെടുത്ത് നടക്കുന്നോണോ അല്ല, പിള്ളേരെ കളിപ്പാട്ടത്തിൻ്റെ കണക്കല്ല ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും കൃത്യതയോടെ എത്തുകയും അത് പതിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടാക്കുകയും ചെയ്ത ഒരു മിസൈലാണിത്. ഇത് ചെറിയ മറ്റേ ചൈനയുടെ ഡ്യൂപ്ലിക്കേറ്റ് സംഗതിയല്ല. അപ്പോൾ അത് മാത്രമല്ല ഒരു പ്രദേശത്തെ ഉൾപ്പെടെ മൊത്തത്തിൽ ഇത് ആക്കാനാവും. ഇതേപോലെ ഒരു 3-4 തൊടുത്ത് വിട്ടാൽ മതി, പാകിസ്ഥാൻ മൊത്തത്തിൽ തരിപ്പണമാവും. അതിപ്പോൾ പാകിസ്ഥാൻ ഏകദേശം മനസ്സിലായി. അവരുടെ ഒരു ആണവായുധം ഇങ്ങോട്ട് എടുക്കുന്നതിന് മുമ്പ് ഇതങ്ങോട്ടങ്ങ് വിട്ടുകൊടുത്താൽ മതി. മാക് 2.8-നും 3.5-നും ഇടയിലുള്ള വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് പരമ്പരാഗത സബ്സോണിക് ക്രൂയിസ് മിസൈലുകളേക്കാൾ ഏകദേശം 3 ഇരട്ടി വേഗതയിലാണ് ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മേൽ ഇത് പതിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി പ്രത്യേകതയുള്ളതാണ് ഈ ബ്രഹ്മോസ് മിസൈൽ. അപ്പോൾ ചുമ്മാ അല്ല ഈ 17 രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ പുറകെ നടക്കുന്നത്. ഇന്ത്യ റഷ്യയും കൂടെ വികസിപ്പിച്ചെടുത്തതാണ് ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ. ബ്രഹ്മാസ്ത്രം എന്ന് തന്നെ നമുക്ക് പറയാം, ബ്രഹ്മോസ് എന്നുള്ളൊരു പദത്തിൽ നിന്ന് തന്നെ. എന്ത് തന്നെയായാലും ഇപ്പോൾ ഒരു പക്ഷേ അമേരിക്കയ്ക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ചൈനയ്ക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ചൈന പിന്നെ മൊത്തത്തിൽ നാണം കെട്ടിട്ടിരിക്കുകയാണ്. ചൈനയ്ക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇന്ത്യ ഒരു വെറുതെ നമുക്കങ്ങനെ കളയാൻ പറ്റുന്ന ഒരു പാവം രാജ്യമൊന്നുമല്ല. ഇന്ത്യ പലപ്പോഴും സമാധാന പ്രിയരാണ്, ശാന്തരാണ്. നമ്മളെ ആക്രമിച്ചാൽ പോലും നമ്മൾ വലിയ രീതിയിൽ ഒരു തിരിച്ചടി കൊടുക്കും. നമ്മളെ ആക്രമിച്ചാൽ അതെന്തിനാണോ അതിന് ഇപ്പം തന്നെ ഈ പഹൽഗാം ആക്രമണത്തിന് ഭീകരവാദികളെയാണ് ഇന്ത്യ അവരുടെ 9 താവളങ്ങളിലാണ് കൊണ്ടുവന്നിട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തത്. അപ്പം ഒരുപക്ഷെ വേണമെങ്കിൽ ഇന്ത്യക്ക് ആ രാജ്യത്തിനോട് യുദ്ധം ചെയ്യായിരുന്നു, പാകിസ്ഥാനോട് യുദ്ധം. അവരിങ്ങോട്ട് വന്നപ്പോഴാണ് പിന്നെ അങ്ങോട്ട് ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിലൊരു സമാധാന പ്രിയർ എന്ന് പൊതുവേ ലോകരാജ്യങ്ങൾ പറയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഒരു പാവപ്പെട്ട. പക്ഷേ ഈ പാവത്തെ പോലെ ഇരിക്കുന്ന നമ്മുടെ കയ്യിലൊക്കെ ഇവരെയൊക്കെ 8 നില പൊട്ടിക്കാനുള്ള സംഗതികളൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ലോകരാജ്യങ്ങൾ മൊത്തം ഞെട്ടിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകരാജ്യങ്ങൾ ഇത് വാങ്ങാൻ വേണ്ടി ഇപ്പോൾ ഒരു തത്രപ്പാട്, ഒരു കരാറിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്നുള്ളതാണ്. അതിൻ്റെ കരാറുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. ഒരു സമയത്ത് ഈ ഒരു ആയുധ വിപണി ആയിട്ട് അല്ലെങ്കിൽ ആയുധ വാങ്ങുന്നതിലേക്ക്, ബ്രഹ്മോസ് വാങ്ങുന്നതിലേക്കുള്ള കരാറിലേക്ക് ഇന്ത്യ പോകുമോ എന്നുള്ളത് അറിഞ്ഞൂടാ. നമ്മുടെ സ്വകാര്യമായിട്ടുള്ളൊരു സ്വത്താണ്, നമ്മുടെ ഒരു അറ്റകൈ സംഗതി തന്നെയാണ് ബ്രഹ്മോസ്. അത് ഇനി മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കുമോ, അത് എങ്ങനെയാണ് ഒന്നും അറിയത്തില്ല.
പക്ഷേ അങ്ങനെ ഒരു വിപണി അല്ലെ അങ്ങനെ ഒരു ബിസിനസ് നടന്നാൽ തന്നെ ഇന്ത്യക്ക് വലിയ ലാഭമാണ് കിട്ടുന്നത്. ഒരു പക്ഷേ മറ്റു പല കാര്യങ്ങളും ഇപ്പോൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് പല കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു നേട്ടം നമുക്ക് ആ രീതിയിൽ നമുക്ക് കൊയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ അതിർത്തിയിലൊക്കെ കുറേ ജീവന് തുല്യം ഒന്നുമില്ല, ഒരാളുടെ ജീവന് തുല്യം, ഒരു ജവാന്റെ ജീവന് തുല്യം നമുക്കൊന്നുമില്ല. പക്ഷെ പൊളിഞ്ഞെങ്കിൽ ഈ ഒരു യുദ്ധം മൂലം ഇന്ത്യക്ക് കൂടുതൽ നേട്ടങ്ങളുണ്ട്. അത് സാമ്പത്തികമായിട്ട് ഇത്തരത്തിൽ നമുക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ നോക്കാൻ പറ്റും. അല്ലാതെ തന്നെ മറ്റുള്ള ലോകരാജ്യങ്ങൾ ഇനി ഇന്ത്യയോട് കളിക്കാൻ ഇത്തിരി ഒന്ന് ഓർത്തും കണ്ട് ആലോചിച്ചും ചിന്തിച്ചിട്ടുമൊക്കെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ളവർ എന്തെങ്കിലും ഒന്ന് കളിക്കാൻ തയ്യാറാവും. അതിപ്പോൾ അമേരിക്കയാണെങ്കിലും ചൈനയാണെങ്കിലും അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ഇതേപോലെ അറബ് രാജ്യങ്ങളാണെങ്കിൽ പോലും ഇന്ത്യയോട് ഇനി അധികമായിട്ടൊന്നും കളിക്കാൻ നിൽക്കില്ല. കാരണം ഇന്ത്യ അങ്ങനെ പാവം പിടിച്ച രാജ്യമൊന്നുമല്ല. അവരുടെ കയ്യിൽ നല്ല ഒന്നാന്തര സംഗതികളുണ്ട്. എടുത്തിട്ട് പൊട്ടിച്ചാൽ മൊത്തത്തിൽ തരിപ്പണമാകും. മാത്രമല്ല നമ്മുടെ സൈന്യം, നമ്മുടെ ISROയുടെ വികസനങ്ങൾ, അത് നേവി ആണെങ്കിലും എല്ലാം ഒന്നിനു മേൽ ഒന്നായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും നമ്മുടെ ഒരു പ്രതിരോധ ചുറ്റുപാട് വലിയ ഒരു സംഗതി തന്നെയാണ്. അപ്പം അതിലേക്ക് ഇനി ചൂഴ്ന്നിറങ്ങാൻ മറ്റുള്ള രാജ്യങ്ങൾ ഒന്നും ഭയപ്പെടും. എന്തായാലും ബ്രഹ്മോസ് ഇപ്പോൾ ലോക രാജ്യങ്ങൾ മുഴുവനും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്.